കാലം എത്ര മുന്നോട്ട് പോയിട്ടും സ്ത്രീകളെ ഇപ്പോഴും തമ്മിലടിക്കുന്നവരും കഴിവില്ലാത്തവരും ഒക്കെയായി മാറ്റിയെടുക്കുന്നതിൽ മലയാളിക്ക് വല്ലാത്തൊരു താല്പര്യമുണ്ട്. രണ്ട് സ്ത്രീകൾ ഒരുമിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയില്ലേ? രണ്ട് മലകളും സ്ത്രീകളുടെ മുലകളെയും ഉപമിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇപ്പോഴും മലയാളി മറന്നിട്ടില്ല. നായ് ഭരിച്ചാൽ എന്തായാലും നശിക്കും എന്ന വിധത്തിലുള്ള കമൻറ്റുകളും ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ത്യക്ക് വളരെ ശക്തയായ ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. കേരളത്തിൽ നിപ്പയും കൊറോണയും ഒക്കെ വന്നപ്പോൾ അതിനെ ശക്തമായി ചെറുത്തു നിൽക്കാനും കൃത്യമായി പ്രാക്ടിക്കലായി പ്രതിരോധിക്കാനും മലയാളിയെ പഠിപ്പിച്ചതും ചുക്കാൻ പിടിച്ചതും ഒരു വനിതയായിരുന്നു. പക്ഷേ ഇപ്പോഴും സ്ത്രീകൾ കഴിവുകെട്ടവരാണ്, സ്ത്രീകൾ വഴക്കാളികളാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള മലയാളിയുടെ ഒരു പ്രത്യേക ഉത്സാഹം ഈ കമന്റുകളുടെ ഇടയിൽ വ്യക്തമാണ്. ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പ് എന്നൊരു നടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ, അമ്മ ഒരു അയൽക്കൂട്ടം പോലൊരു സംഘടനയാണ്, അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ തമ്മിലടിക്കുന്നത് പോലെയാണ് എന്ന വിധത്തിലൊക്കെയുള്ള പരാമർശങ്ങളും കണ്ടു. അയൽക്കൂട്ടത്തെ പലപ്പോഴും എന്താണ് ഒരു വഴക്കാളി കൂട്ടമായി ചിത്രീകരിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സംഘടനയാണ് അയൽക്കൂട്ടവും അല്ലെങ്കിൽ കുടുംബശ്രീയും ഒക്കെ. എത്ര സ്ത്രീകളാണ് കുടുംബശ്രീ എന്നൊരൊറ്റ ഇനീഷ്യേറ്റീവ് കൊണ്ട് അവരുടെ ഉപജീവനം നടത്തിപ്പോരുന്നത്. കേരളത്തിലെ തന്നെ എത്രയോ പ്രധാനപ്പെട്ട സിറ്റീസിൽ കുടുംബശ്രീ നടത്തുന്ന ഹോട്ടൽസും ക്യാൻറ്റീൻസും ഒക്കെയുണ്ട്. എത്രയോ വിവാഹങ്ങൾ, എത്രയോ മറ്റ് പ്രധാനപ്പെട്ട വീട്ടിലെ ചടങ്ങുകളൊക്കെ തന്നെ കുടുംബശ്രീയിലെ വായ്പ കൊണ്ട് നടന്നു പോകുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് കുടുംബശ്രീയിലെ സ്ത്രീ കൂട്ടത്തിനോട് മലയാളിക്ക് ഇത്ര വിരുദ്ധത എന്ന് മനസ്സിലാവുന്നില്ല.